ഇടുക്കി തൊടുപുഴയിൽ ഓട്ടോ ഡ്രൈവറെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി. സ്റ്റേഷനിൽ കൊണ്ടുപോയി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. മർദ്ദനമേറ്റ തൊടുപുഴ സ്വദേശി സലീം ആശുപത്രിയിൽ ചികിത്സ തേടി. തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ പാർക്ക് ചെയ്യുന്നതിനിടയിൽ യൂണിഫോമിൽ ഇല്ലാതിരുന്ന 2 പോലീസുകാർ സലീമിന്റെ വാഹനത്തിലടിച്ചു. ഇത് സലീം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തി സലീമിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് ഉദ്യോഗസ്ഥർ അസഭ്യം പറയുകയും ജനനേന്ദ്രിയത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഈ സമയം ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സലീം പറയുന്നു. പോലീസുകാരെല്ലാം കൂടി ചുറ്റും കൂടി നിന്ന് അവരുടെ CCTV പകരാതിരിക്കാൻ അങ്ങോട്ടൊന്നുള്ള ഒരു ചുറ്റും കൂടി നിന്നിട്ട് ഈ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും എൻ്റെ ജനനേന്ദ്രിയത്തിൽ പിടിച്ച് വലിക്കുകയും എൻ്റെ നേരെ നോക്കടാന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഫോട്ടോ എടുക്കുകയും നീ പോലീസുകാരെ തെറി വിളിക്കുകയില്ലടാന്ന് പറഞ്ഞ് താകൂട്ടി വിളിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലേക്ക് അവർ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. രാവിലെ മുതൽ വൈകിട്ട് വരെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയെന്നും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അനുവദിച്ചില്ലെന്നും പരാതിയിലുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ സലീം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സലീമിന്റെ വാദം തെറ്റാണെന്നാണ് പോലീസ് നിലപാട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് പിടികൂടാനെത്തിയ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും സലീമും തമ്മിലാണ് തർക്കമുണ്ടായത്. CCTV ദൃശ്യങ്ങളും മൊഴിയും ശേഖരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. മീഡിയ 1 ഇടുക്കി.